എനിക്ക് 2-3 കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന നിങ്ങളോടും ബാക്കിയുള്ള പൊതുജനങ്ങളോടും പറയുവാനായിട്ടുള്ളത്. ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു നാട് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. ഇവിടെ നമ്മൾ അവകാശ സംരക്ഷണ യാത്ര നടത്തുന്നത് വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല, അത് സഭയുടെ നിലപാടല്ല. നമ്മൾ വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്ന ഒരു സമൂഹമാണ്. എന്നാൽ മതങ്ങളിൽ ഉണ്ടാകുന്ന മത തീവ്രവാദവും ഭീകരപ്രവർത്തനങ്ങളും നമ്മൾ അംഗീകരിക്കുന്നില്ല. ചങ്ങനാശ്ശേരിയിൽ മുസൽമാനും ഹൈന്ദവനും ക്രിസ്ത്യാനിയും ഒരു അടുപ്പ് പോലെ, അടുപ്പിലെ 3 കല്ല് പോലെ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അത് ചങ്ങനാശ്ശേരിയുടെ ചരിത്രം. അതിന് തുരങ്കം വെക്കാനോ അതിന് കേടുപാടുകൾ സംഭവിക്കാനോ ഈ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സമുദായവും മുന്നോട്ട് വരികയില്ല. ഈ സമുദായങ്ങളിലെ നേതാക്കന്മാരെല്ലാം ഈ നാട്ടിൽ സമുദായ സൗഹാർദ്ദം നിലനിർത്തുവാൻ വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. ഇവിടെ വിവിധ സമുദായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്സവങ്ങളിൽ, തിരുനാളുകളിൽ, മറ്റ് ആഘോഷങ്ങളിലെല്ലാം പരസ്പരമായ ഒരു സഹകരണമുണ്ട്. അത് ഈ നാടിൻ്റെ പ്രത്യേകതയാണ്, അത് ഈ നാടിൻ്റെ നന്മയാണ്. നമ്മൾ ഈ നടത്തുന്ന ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു അവകാശ സംരക്ഷണ ജാഥ എന്ന് പറയുന്നത് ഒരു സമുദായത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടിയുള്ളതല്ല. ഇവിടെ എല്ലാ സമുദായങ്ങളും വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സമുദായവും വളരണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. മറ്റുള്ള സമുദായങ്ങൾ വളരുകയും നമ്മുടെ സമുദായം വളരാതിരിക്കുകയും, നമ്മുടെ സമുദായം വളരുകയും മറ്റുള്ള സമുദായങ്ങൾ തളരുകയും ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ പോളിസി, നമ്മുടെ നിലപാടതല്ല. എല്ലാ സമുദായങ്ങൾക്കും ന്യായമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അത് സംരക്ഷിക്കപ്പെടണം. ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തിട്ടുള്ള ന്യായമായ മൗലിക അവകാശങ്ങൾ നിലനിൽക്കണം. അത് എവിടെയെല്ലാം ധ്വംസിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ നമ്മൾ ഇടപെടണം, സമുദായം മറന്നിടപെടണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ നമുക്ക് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോട്, അത് മാറി മാറി ആര് ഭരിക്കട്ടെ, ഏത് പാർട്ടി എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ചോദിക്കാനുള്ളത്, ഒരു സമുദായത്തിൽ അംഗങ്ങൾ കൂടുമ്പോൾ അംഗങ്ങൾ കുറവുള്ള സമുദായത്തെ അവഗണിക്കാൻ പാടുണ്ടോ? ഇതാണ് നമ്മുടെ വിഷയം. നമുക്ക് ഏത് സമുദായത്തിലും അംഗങ്ങൾ കൂടിയാലും കുറഞ്ഞാലും സമുദായ സൗഹാർദ്ദമുണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ട്. നമ്മൾ അവരെ അംഗീകരിക്കുന്നു, മാനിക്കുന്നു, അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ വിലമതിക്കുന്നു. പക്ഷേ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മാറി മാറി സർക്കാരുകൾ ഭരിച്ചാലും ഈ വോട്ട് ബാങ്ക് നോക്കി ആ സമുദായത്തിൽ ആൾ കൂടുതലാണ്, അതുകൊണ്ട് അവരെ പരിഗണിക്കാം, അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കാം, അവരുടെ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ വഴങ്ങാം. എന്നാൽ ആളും പേരും ഒന്നുമില്ലാത്ത ഇങ്ങനെ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമുദായത്തിൻ്റെ അവകാശങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു ജനാധിപത്യ സർക്കാരിന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത് നിങ്ങൾ പറയരുത്. അത് നിങ്ങൾ പറയുമ്പോഴൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾക്കിതൊക്കെ മനസ്സിലാക്കാനും വായിച്ചെടുക്കുവാനുള്ള ബുദ്ധിയും വിവേകവും ഉണ്ട്. കാരണം ക്രൈസ്തവ സമൂഹമാണ് കേരളത്തിൽ വിദ്യാലയങ്ങൾ ആദ്യം ആരംഭിച്ചത്. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം. അതുകൊണ്ട് സമുദായത്തിന് ഇല്ലാത്ത ചില പ്രത്യേകതകളും പ്രത്യേക വെസ്റ്റഡ് ഇൻട്രസ്റ്റും വ്യക്തി താല്പര്യങ്ങളും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നിലപാടുകളുമൊക്കെ ഈ കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ നാട് ഭരിക്കുന്ന ആളുകൾ വെച്ച് പുലർത്തിയാൽ അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ധാർമ്മിക ശക്തി ഉണ്ട്. അത് ഞങ്ങൾ ചെയ്തിരിക്കും എന്നാണ് ഈ ഒരു അവകാശ സംരക്ഷണ ജാഥയിലൂടെ ഞങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ സമുദായ സൗഹാർദ്ദം നിലനിൽക്കണം. പക്ഷേ എല്ലാ സമുദായങ്ങളോടും സമഭാവനയോടുകൂടി തുല്യത എന്നുള്ള വലിയ മുദ്രാവാക്യം വെച്ചുകൊണ്ട് വിവേചനം ഒഴിവാക്കണം. ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത്. അത് വർഗീയതയല്ല, അത് സമുദായ സൗഹാർദ്ദത്തിന് തന്നെ ഒരു സന്ദേശമായിട്ടാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് നമ്മുടെ സമുദായത്തിൽ ആളുകളുടെ എണ്ണം കുറയുന്നു, അതുകൊണ്ട് അവർക്ക് വെപ്രാളമാണ്, അവർ മക്കൾ കൂടുതൽ ജനിക്കണമെന്നൊക്കെ പറയുന്നു, വൈദികരും പിതാക്കന്മാരും പറയുന്നു. പക്ഷെ നടക്കാൻ പോകുന്ന കാര്യമല്ല. നമ്മുടെ ആളുകളൊക്കെ നാട് വിട്ടു പോകുന്നു. നമ്മളെയൊക്കെ എഴുതി തള്ളാം, നമ്മളൊന്നും ഇനിയും അത്ര പ്രധാനപ്പെട്ട ആളുകളല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇന്ന് ചിലയിടങ്ങളിലൊക്കെ നമ്മൾ മുഴങ്ങി കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതുകൊണ്ട് നിരാശപ്പെടാൻ പാടില്ല. നമ്മൾ അംഗങ്ങളുടെ എണ്ണം കൂട്ടുക എന്നതിനേക്കാൾ കൂടുതലായി ഉള്ള അംഗങ്ങൾ ഉറപ്പോടെ ചങ്കുറപ്പോടെ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. നമ്മൾ ഒരുമിച്ച് നിലനിൽക്കുന്നത് വഴിയായിട്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ നാടിന് നൽകിയ സംഭാവനകൾ നമ്മൾ ഓർക്കുകയും നമ്മുടെ സമുദായത്തെക്കുറിച്ച് അഭിമാനമുള്ളവരാകുകയും ചെയ്യുകയാണ്. ക്രൈസ്തവ സമുദായം ഈ രാജ്യത്തും ഈ നാട്ടിലും ചെയ്തിട്ടുള്ള നന്മകൾ ഓർക്കുമ്പോൾ ചെറിയ സമൂഹമാണെങ്കിലും നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്ന സാന്നിധ്യമായി ഈ നാട് മുഴുവൻ ഈ നാട്ടിൽ ജീവിച്ചവരാണ്. അതുകൊണ്ട് 1-2 അംഗങ്ങളുടെ കുറവുണ്ട് എന്ന് വിചാരിച്ച് നമ്മളെ എഴുതിത്തള്ളാൻ പാടില്ല. ഈ നാട്ടിൽ സംസ്കാരം കൊണ്ടുവരുവാൻ
വിദ്യാലയങ്ങൾ തുടങ്ങിയവരാണ്. എല്ലാവരും പറഞ്ഞു കേട്ടു ആ കാര്യം. ഹൈന്ദവനെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ഒരേ ബെഞ്ചിലിരുത്തി എല്ലാവരെയും പഠിപ്പിച്ചു. ഈ നാട്ടിൽ മാറുമറയ്ക്കുവാൻ അവർണ ജാതിക്കാർക്ക് അവകാശമില്ലായിരുന്നു. ക്രൈസ്തവ മിഷണറിമാർ വന്ന് പറഞ്ഞു അവർക്ക് അവകാശം കൊടുക്കണം. മാറുമറച്ച് ഡീസൻ്റായി ഈ നാട്ടിലൂടെ നടക്കുവാൻ അവർക്ക് അവസരമുണ്ടാകണം. മേൽജാതിക്കാരുടെ മുമ്പിൽ പോയി മാറില്ലാതെ കുമ്പിടേണ്ട സാഹചര്യം നമ്മുടെ ഇവിടുത്തെ അധകൃതരായിട്ടുള്ള സ്ത്രീകൾക്കുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതാരാണ്? ക്രൈസ്തവ മിഷണറിമാരാണ്. അങ്ങനെ ഈ നാടിൻ്റെ സംസ്കാരം നമ്മൾ വളർത്തിയെടുത്ത് ഇവിടെ മനുഷ്യ കച്ചവടം ഉണ്ടായിരുന്ന ഒരു നാടാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും മറ്റുമൊക്കെ. ഈ മനുഷ്യ കച്ചവടം ഒഴിവാക്കി മനുഷ്യനെ മാനവികത പഠിപ്പിച്ചതാരാണ്? നമ്മുടെ സമൂഹമാണ് നേതൃത്വം കൊടുത്തത്. ബാക്കിയുള്ള സമുദായങ്ങളെല്ലാം നമ്മുടെ ഒപ്പം ചേർന്നു. അതുകൊണ്ട് ഈ ക്രൈസ്തവ സമൂഹം ഈ പൊതു സമൂഹത്തിന് നൽകിയ നന്മകൾ ഓർക്കുമ്പോൾ നമ്മൾ മൈനോറിറ്റി ആണെങ്കിലും നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇപ്പോഴും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കണക്കെടുത്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, രാജ്യത്ത് ഇന്ത്യയിൽ 5000-ലധികം ആതുരാലയങ്ങളും അഗതി മന്ദിരങ്ങളും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളും മാനസിക വൈകല്യമുള്ളവരെ സംരക്ഷിക്കുന്ന ഇടങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. മൈനോറിറ്റി ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? 5000 സ്ഥാപനങ്ങളിലൂടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിനല്ലാതെ മറ്റാർക്ക് സാധിക്കും? സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും സാധിക്കാത്ത രീതിയിൽ പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്ന കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന സന്യസ്തരെ പോലെയുള്ള ആളുകൾ ക്രൈസ്തവ സമുദായത്തിലല്ലാതെ മറ്റേത് സമുദായത്തിലാണുള്ളത്? ആർക്ക് അതിനെക്കുറിച്ച് അഭിമാനിക്കുവാനും പറയുവാനായിട്ട് സാധിക്കും? അതുകൊണ്ട് നിസ്സാരമായൊരു കാര്യമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സേവനങ്ങൾ നിലനിൽക്കും. അതുകൊണ്ടാണല്ലോ പള്ളുരുത്തിയിൽ പ്രശ്നമുണ്ടായപ്പോൾ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ പഠിച്ച മുസ്ലിം കുട്ടികളും ഹൈന്ദവ കുട്ടികളും പറഞ്ഞത്, ക്രൈസ്തവരെ പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ ഈ കേരളത്തിൽ മറ്റാർക്കും കഴിയുകയില്ല. അതുപോലെ അച്ചടക്കത്തോടുകൂടി അവർ വിദ്യാഭ്യാസം നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് UK-യിലും USA-യിലും മറ്റ് പല രാജ്യങ്ങളിലൊക്കെ അഭിമാനത്തോടുകൂടി ജോലി ചെയ്യുന്നത്. അവർ പറഞ്ഞതാണ്, അക്രൈസ്തവരായിട്ടുള്ള നമ്മുടെ കുട്ടികൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്നത് ഈ ഒരു വലിയ മികവാണ്, ഈ മാനവികതയാണ്, ഈ മാനവ മൈത്രിയുടെ സന്ദേശമാണ്. അവിടെയൊന്നുമില്ലാത്ത ഈ ഒരു അകൽച്ചയും ഈ വിഭാഗീയതയുമൊക്കെ ഇന്ന് ആരൊക്കെയോ എന്തിൻ്റെയൊക്കെ പേരിൽ ഇവിടെ ഉടലെടുത്ത് നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ നമ്മൾ വളരെ വിവേകത്തോടുകൂടി ഇങ്ങനെയുള്ള സംഭവങ്ങളെ കാണണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മൂന്നാമതായിട്ടൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ്. നമ്മളിപ്പോഴാണ് കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് 1918 പൗരസമത്വവാദ പ്രക്ഷോഭം എന്ന പേരിൽ നമ്മളുടെ സർക്കാരുകളിൽ ഒരു ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം തൊഴിലുള്ളൂ എന്നുള്ള വ്യവസ്ഥ വന്നപ്പോൾ അങ്ങനെയല്ല, എല്ലാ ജാതിയിലും പെട്ടവർക്ക്, മുസൽമാനും ഹൈന്ദവനും ഈഴവർക്കും അതുപോലെ അവർണ ജാതിക്കാരനും ക്രിസ്ത്യാനിക്കും അവിടെ അവസരങ്ങൾ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്തത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനകീയ സമരമായിരുന്നു. ആ സമരം വിജയിച്ചു. അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമരമാണ് ഇവിടെ നമ്മൾ നടത്തിയത് മുഴുവൻ. കത്തോലിക്ക കോൺഗ്രസിൻ്റെ മുന്നണി പോരാളികൾ നമുക്ക് മുമ്പേ ജനിച്ചു മരിച്ചവരാണ്. ഇവിടെ വിമോചന സമരത്തെക്കുറിച്ച് പറഞ്ഞു. വിമോചന സമരത്തിൽ വെടിവയ്പ്പിലൂടെ ഏതാണ്ട് 15ഓളം ക്രൈസ്തവൻ തങ്ങളുടെ ജീവിതം നമ്മുടെ സമുദായത്തിന് വേണ്ടിയും പൊതു നന്മയ്ക്ക് വേണ്ടിയുമാണ് മാറ്റിവെച്ചത്. അവകാശങ്ങൾ കവർന്നെടുക്കാൻ തുടങ്ങിയപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി ജീവൻ സമർപ്പിച്ച ആളുകളുടെ ചരിത്രമാണ് കത്തോലിക്ക കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ അവകാശം, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ അവകാശങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി പോരാട്ടം നടത്തിയ വലിയൊരു സമൂഹമാണ് കത്തോലിക്ക കോൺഗ്രസ്. അവരുടെ ആത്മാക്കളാണ് നമ്മളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി നടത്തുന്ന ഈ സമരത്തിന് ഫലം അനുഭവിക്കുന്ന ആരാണ്? ഇനി പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവർ 100 വർഷം കഴിയുമ്പോൾ പറയണം, ഇതുപോലെ കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ റാലി നടത്തിയും ജാഥ നടത്തിയും അവകാശങ്ങൾക്ക് വേണ്ടി പറഞ്ഞും ഭയമില്ലാതെ മന്ത്രിതലങ്ങളിലും സർക്കാർ തലങ്ങളിലും പോയി സംസാരിച്ചും ശബ്ദിച്ചും വാദോരാതെ പ്രസംഗിച്ചും നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളാണ് ഞങ്ങൾ ഇന്നും അനുഭവിക്കുന്നത് എന്ന് അടുത്ത തലമുറയ്ക്ക് പറയുവാൻ കഴിയണം. നമ്മുടെ ഈ ക്ഷമയോടുകൂടിയുള്ള ഈ ഇരിപ്പും നമ്മുടെ ഈ റാലിയും അതുപോലെ ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ 10 അംഗ സംഘവുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം അതാണ്. അതുകൊണ്ട് നമുക്ക് ഭഗ്നാശരാകേണ്ട കാര്യമില്ല. മൈനോറിറ്റി ആണെങ്കിലും വളരെ പ്രൗഢഗംഭീരമായ പ്രബലമായ ഒരു സമുദായമാണ് നമ്മുടെ സമുദായം.
നമ്മൾ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഓർക്കുമ്പോൾ അഭിമാനത്തോടും നെഞ്ചുറപ്പോടും തല ഉയർത്തി നമുക്കിതിനെ നടക്കുവാനായിട്ട് കഴിയും. നമ്മളെ ആരും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ വീറോടും വാശിയോടും കൂടി പൊതു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്. സുവിശേഷമാണ് നമ്മുടെ വഴി. അവിടെ എല്ലാവരും സഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയും വെറുക്കാനോ ഉപേക്ഷിക്കുവാനോ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് മാനവ സൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ നാട്ടിൽ എല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ പറ്റണം. അത് ആര് തന്നെയാണെങ്കിലും ഒന്നിൻ്റെയും പേരിൽ ആരും ഇവിടെ ഭയപ്പെടാൻ പാടില്ല. ആ ഒരു വലിയ സന്ദേശം അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള ഈ സമര വിജയം കാണും. അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും പ്രശംസിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മണ്ണിൽ നിങ്ങൾ ഇവിടെ വരാനും ഈ ഒരു ജാഥ നയിക്കുവാനും നിങ്ങൾക്കിടയായതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതിരൂപതയുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് അറിയിക്കുന്നു. 24-ാം തീയതി തിരുവനന്തപുരത്ത് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അവിടെ ചങ്ങനാശ്ശേരിയിൽ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തി ഈ ധർണയിൽ പങ്കെടുക്കും. ഇതൊരു വലിയ സമരമായി തന്നെ മാറും. ഇത് ഈ ഇലക്ഷൻ നടക്കുമ്പോൾ സമ്മർദ്ദം ചെലുത്തുന്ന സമരമൊന്നുമല്ല. ഏത് പാർട്ടി രാഷ്ട്രീയത്തിൽ വന്നാലും അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും, ഞങ്ങൾ സംസാരിക്കും, ഭയമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.